രാഷ്ട്രത്തിന് മുമ്പിലുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ച ഈ സംഘടനയ്ക്ക് ജനാധിപത്യവേദി യുക്തിവാദി സംഘവും ചേർന്ന് നടത്തുന്ന ഈ ചടങ്ങ് വാസ്തവത്തിൽ ഈ ചർച്ച വളരെയധികം അഭിനന്ദനാർഹമാണ്. കാരണം നമ്മുടെ ഓരോ വ്യക്തിയെയും, ഇന്ത്യയിലെ ഓരോ വ്യക്തിയെയും, ഓരോ പൗരനെയും വളരെ ആഴത്തിൽ തന്നെ സ്പർശിക്കുകയും ബാധിക്കുകയും നമ്മുടെ ഭാഗധേയങ്ങളെ തന്നെ പല രീതിയിൽ സ്വാധീനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തീരുമാനമാണ് ഈ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പേരിൽ ഇന്ന് മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ ഒരു കാര്യം. വാസ്തവത്തിൽ ഈ വാക്കുകൾ എങ്ങനെയാണ് വിവിധ സന്ദർഭങ്ങളിൽ വാക്കുകളുടെ അർത്ഥം മാറിപ്പോകുന്നത്, അല്ലെങ്കിൽ അർത്ഥത്തിൻ്റെ പൂർണ്ണമായിട്ടും അതിനൊരു വിരുദ്ധ അർത്ഥത്തിലേക്ക് ഒരു വാക്ക് പോകുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് ജോർജ് ഓർവെൽ പറഞ്ഞ പോലെ സമാധാനം എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്, സ്നേഹമെന്ന് പറഞ്ഞാൽ വൈരമാണ്, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അമിതാധികാരമാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നേരെ വാക്കുകളുടെ അർത്ഥം തല കീഴായി മാറിപ്പോകുന്നതാണ് പ്രത്യേകിച്ച് ഈ സമഗ്രാധിപത്യ കാലത്തിൻ്റെ ഒരു സവിശേഷത. ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഐക്യം എന്നുള്ള ഒരു ചെറിയ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഈ നാഷണലിസം എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഒരുപക്ഷെ പലരും അല്ലെങ്കിൽ ഒരു വലിയ ഭൂരിപക്ഷം ജനങ്ങളും ഇന്നത്തെ കാലത്ത് ധരിക്കുന്നത് ഇതൊരു വളരെ വളരെ മനോഹരമായ, വളരെ നല്ല, പൂർണ്ണമായിട്ടും ഒരു നന്മയുടെ പര്യായമായ വാക്കാണെന്നാണ്. പക്ഷെ നമുക്ക് അറിയാത്തത് ചരിത്രം എത്ര ഹ്രസ്വമാണ് നമ്മുടെ ഓർമ്മ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ നമുക്ക് താല്പര്യമില്ലാത്തതെന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ ഈ 20-ാം നൂറ്റാണ്ടിനെ ഏറ്റവും തകിടം മറിച്ച് കളഞ്ഞത് ഈ നാഷണലിസം എന്ന വാക്കിൻ്റെ പേരിൽ നടത്തിയ പേക്കൂത്തുകളാണ് എന്നെല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹിറ്റ്ലറിൻ്റെ ആയാലും 2ാം ലോക മഹായുദ്ധമായാലും മറ്റെല്ലാ അമിതാധികാര സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മളെന്തോ ഒരു വളരെ നല്ല കാര്യമാണ് ഈ നാഷണലിസം, ദേശീയത എന്ന് പറയുന്ന അർത്ഥത്തിൽ. തീർച്ചയായിട്ടും ദേശസ്നേഹം, ദേശപ്രേമം, രാജ്യത്തിനോടുള്ള അഭിമാനം എന്നൊക്കെ ഉള്ളത് വളരെ വളരെ മനോഹരമായ കാര്യങ്ങളാണ്, നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിലൂടെ ആ വാക്കുകളിലൂടെ ഒളിച്ചു കടത്തുന്നത് ഒരു ഭീകരമായിട്ടുള്ള ഒരു പരവിദ്വേഷം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരാശയമാണ്. അതുകൊണ്ടാണ് ഹിറ്റ്ലറിൻ്റെ പാർട്ടിക്ക് തന്നെ നാഷണലിസ്റ്റ് പാർട്ടി എന്ന് വിളിക്കാൻ കാരണം. ഈ നാഷണലിസം എന്ന് പറയുന്നത് എത്ര വേഗമാണ് അതിൻ്റെ അൾട്രാ നാഷണലിസമായിട്ടും ജിങ്കോയിസമായിട്ടും വളരെ വലിയ അപകടങ്ങളിലേക്ക് മനുഷ്യരെ എല്ലാവരെയും, കാരണം അതിൽ വിശ്വസിക്കുന്നവരെ പോലും ദുരന്തത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്ന ഒരു ഭ്രാന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വാസ്തവത്തിൽ ഇന്ന് പലരും അത് ശ്രമിക്കുന്ന പോലുമില്ല. ഒരു നാഷണലിസ്റ്റ്, ഞാനൊരു നാഷണലിസ്റ്റാണ്, ഒരു നാഷണലിസം എന്ന് പറയുന്നതിന് 2 വശങ്ങളുണ്ട്. ഒരു നാഷണലിസം എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ നല്ല വശങ്ങളും ഒരു പരിധിക്ക് അപ്പുറം കടക്കുമ്പോഴേക്കും അത് വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ പറയുന്ന ആ വാക്കുകളുടെ പ്രത്യേകതയാണ് ഒരു നാഷണലിസ്റ്റ്. അതുപോലെയാണ് ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒരു ഐക്യത്തിൻ്റെയും ഒത്തൊരുമയുടെയും ഒരു കൂട്ടായ്മയുടെയും സൗഹൃദത്തിൻ്റെയും സോളിഡാരിറ്റിയുടെയും ഒക്കെ ഒരു സൂചനയാണ് നൽകുന്നത്. പക്ഷേ വാസ്തവത്തിൽ അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളെ നടപ്പാക്കാനുള്ള ഒരു കാപട്യത്തിൻ്റെ, ഒരു കള്ളത്തരത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെയുള്ള ഈ നല്ല വാക്കുകളിലൂടെ വലിയ വലിയ കെട്ട കാര്യങ്ങൾ ഒളിച്ചു കടത്തുന്ന സ്വഭാവം. അതുകൊണ്ട് തന്നെയാണ് ഈ ഐക്യം, ഒരുമ എന്നൊക്കെയുള്ള വാക്കുകളിലൂടെ നമ്മളെ പരസ്പരം അങ്ങേയറ്റം ശത്രുക്കളാക്കി മാറ്റുന്നതിനും നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ആയ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെയൊക്കെ ശത്രുക്കളായി കാണാനുമുള്ള ഒരു വലിയ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഈ എന്താ പറയുക ദേശീയത അല്ലെങ്കിൽ മുതലായിട്ടുള്ള വാക്കുകളിലൂടെ അവർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്
അതിൻ്റെ മാത്രം ഒരു ഐസൊലേഷൻ, അതിനെ മാത്രമായിട്ട് കാണാനേ കഴിയില്ല. അതിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ പല വിവിധ വശങ്ങൾ ഇപ്പോൾ ഇതിനകം തന്നെ സമഗ്രമായി തന്നെ ഡോക്ടർ മോഹൻ ഗോപാൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും ഭരണഘടനയെ സംബന്ധിച്ചും മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചും ജനാധിപത്യത്തെ സംബന്ധിച്ചുമൊക്കെയുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നിലപാടുകളുള്ള, അത് സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ള വ്യക്തിയാണ് ഡോക്ടർ മോഹൻ ഗോപാൽ. കേരളത്തിനെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ അറിവ്. അപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് നമുക്ക് സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് മാത്രമായിട്ട് ഇങ്ങനെ പല നല്ല കാര്യങ്ങൾ അവതരിപ്പിക്കുക, അതിങ്ങനെ ഇതുണ്ട്, ഇത് പിന്നെ തെരഞ്ഞെടുപ്പ് കൊണ്ട് എന്താ പറയുക മനം മടുത്തിരിക്കുന്ന അല്ലെങ്കിൽ മഹാമുഷിഞ്ഞിരിക്കുന്ന നമ്മുടെ സാമ്പത്തികമായിട്ടും നമ്മുടെ ശാരീരികമായിട്ടും ചിന്താപരമായിട്ടും ഒക്കെ നമ്മളെ നിരന്തരം തെരഞ്ഞെടുപ്പുകളിലേക്ക് വലിച്ചെടുക്കുന്നു പോകുന്നവരൊക്കെ ഒരുപാട് പേര്, അതിനെക്കുറിച്ച് വളരെ വിഷമമുള്ള, അതിനെക്കുറിച്ച് വളരെ ഉത്കണ്ഠകളുള്ള ഒരുപാട് പേരുണ്ട്. ഒരുതരം ഫറ്റീഗ് എന്ന് പറയുന്ന വികാരമുള്ള എല്ലാവർക്കും ഉണ്ട്. കാരണം എപ്പോഴും തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പാണെങ്കിൽ വളരെ ക്ഷുദ്രമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നടക്കുന്നു, വലിയ തെറ്റുകൾ മാത്രമാണ് അതിൽ കടന്നു കയറുന്നതെന്നൊക്കെയുള്ള ശരിയായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരെ കൂടെ ആകർഷിക്കാനുള്ള ഒരു വലിയ തട്ടിപ്പ് ആണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് മാത്രമായിട്ടല്ല കാണുന്നത്, എങ്ങനെയാണ് ഒരു സമഗ്രാധിപത്യത്തിൻ്റെ, ഫാസിസത്തിൻ്റെ ഒരു വലിയ അജണ്ടയുടെ ഒരു ഭാഗം മാത്രമാണ്. കാരണം എല്ലാ തരത്തിലുള്ള നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളെ തകർക്കുക എന്ന് പറയുന്നത് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു വിഭാഗം, കാരണം അതിൽ ആധിപത്യം വഹിക്കുന്ന, എണ്ണത്തിലും മറ്റും ആധിപത്യം വഹിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ചിന്തകളും പ്രയോഗങ്ങളും വിശ്വാസങ്ങളും മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുക മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം. ഈ ഹോമോജനൈസേഷൻ എന്ന് പറയുന്ന ഈ ഏകീകരണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഒരു മതം മതി, ഒരു തരത്തിലുള്ള ഭക്ഷണം, ആചാരം, മതം, വിശ്വാസം, ഭാഷ എല്ലാം ഒന്നായിട്ട് മാത്രം. അപ്പോൾ നമ്മൾ ഒരു വശത്ത് നോക്കുമ്പോൾ എല്ലാം യൂണിറ്റിയാണ്. പക്ഷെ വാസ്തവത്തിൽ ഇതെന്താ ചെയ്യുന്നത്? മറ്റെല്ലാ വൈവിധ്യങ്ങളെയും തകർത്തുകൊണ്ട് ഒരു ഭൂരിപക്ഷത്തിൻ്റെ, മതമായാലും രാഷ്ട്രീയമായാലും അതിൽ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ ഉണ്ടെന്ന് അവർ കരുതുന്നവരുടെ അഭിപ്രായങ്ങളെ മറ്റുള്ള പേരിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിൽ. ഇതിൽ മാത്രമല്ല, എല്ലായിടത്തും മറ്റെല്ലാ രംഗങ്ങളിലും നമുക്കിതിനെ കാണുന്നുണ്ട്. എന്താണ് മതത്തിനെതിരായിട്ട്, മറ്റു മതങ്ങൾക്കെതിരായി നടക്കുന്നത്? പൗരത്വം പോലും ഇല്ലാതാക്കി കളയാനുള്ള ശ്രമങ്ങൾ, അതിൽ ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഒന്നൊന്നായി എടുത്തു കളയുന്ന ഒരു സ്വഭാവം, ആ മതത്തിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ സവിശേഷമായിട്ടുള്ള അതിൻ്റെ ശൈലികൾ, അതിൻ്റെ രീതികൾ എല്ലാം വലിയ അപകടമാണെന്ന് പറഞ്ഞ് അതിനെ മുഴുവൻ തകർത്ത് കളയുക. ഇങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്നത് ഒരു ഭൂരിപക്ഷത്തിൻ്റെ, അത് രാഷ്ട്രീയമായിട്ടായാലും മതപരമായിട്ടായാലും ലിംഗപരമായിട്ടും ഒക്കെയുള്ള ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ. അപ്പോൾ എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും അതൊരു ലൈംഗിക വിചാരത്തിലായാലും വിശ്വാസത്തിൻ്റെ പേരിലായാലും ദൈവവിശ്വാസത്തിൻ്റെ പേരിൽ എല്ലായിടത്തും എല്ലാ മൈനോറിറ്റീസിൻ്റെ, എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും അഭിപ്രായങ്ങളെ പൂർണ്ണമായിട്ടും അടിച്ചമർത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായി മാത്രമാണ്. അതുകൊണ്ട് ഇതൊരു വലിയ ഹോമോജനൈസേഷൻ എന്ന് പറയുന്ന, ഇന്നിപ്പോൾ ഇന്ത്യയിലെ BJP മാത്രമല്ല, എവിടെയൊക്കെ സമഗ്രാധിപതികൾ അധികാരത്തിലേക്ക് വന്നോ അവിടെയൊക്കെ ഈ തരത്തിലുള്ള അടിച്ചേൽപ്പിക്കലുകൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഇതിന് വളരെ കൃത്യമായ ഒരു പാറ്റേൺ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആർക്കും ഇതിനെക്കുറിച്ചൊരു അത്ഭുതമേ വേണ്ട. എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് ഒരു സംശയവുമില്ലാത്ത, ചരിത്രത്തിൽ ഒരു പ്രാഥമികമായ ചരിത്രബോധമുള്ളവർക്ക് പോലും മനസ്സിലാവുന്ന തരത്തിൽ. അപ്പോൾ ഇതിനെ ന്യായീകരിക്കാനുള്ള എല്ലാ സിദ്ധാന്തങ്ങളും വാസ്തവത്തിൽ എത്ര കപടമാണ് എന്നുള്ളതിനെപ്പറ്റി ഒരു സംശയവുമില്ല. എന്താണ് ഇവർ പറയുന്നത്? 52 മുതൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് മുതൽ 67 വരെ ഇങ്ങനെയൊക്കെ നടന്നതാണ്. ഇതിന് ശേഷം, കാരണം ഒരേ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നടന്നിരുന്നതാണ്. പിന്നെന്താ ഒന്നുകൂടി 67 മുതൽ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെന്താണ്? അപ്പോൾ എന്താണ് 67 മുതൽ വന്നത്? 67 മുതൽ വന്നത് വെച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ധാരയുടെ വിശ്വാസത്തിനെ ചോദ്യം ചെയ്യാൻ ഇന്ത്യയിൽ പലയിടത്തും പുതിയ ശബ്ദങ്ങൾ ഉയർന്നു വന്നു എന്നുള്ളതാണ് 67 സംഭവിച്ചത്. 67 കോൺഗ്രസ് പാർട്ടിയുടെ മാത്രമായിരുന്ന ഒരു വലിയ അധികാരത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് പല സംസ്ഥാനങ്ങളിൽ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുകയും അങ്ങനെ കോൺഗ്രസ്
സർക്കാരുകൾ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി പലയിടത്തും പരാജയപ്പെടുകയും ചെയ്തു. വാസ്തവത്തിൽ അതല്ലേ തെരഞ്ഞെടുപ്പിന്റെ സൗന്ദര്യം, ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതാണല്ലോ. കേരളത്തെ സംബന്ധിച്ചോളം നമ്മൾ ഈ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിന്നവരാണ്. 57 ആദ്യമായിട്ട് സ്വാതന്ത്ര്യം ഇന്ത്യക്ക് ലഭിച്ചതിന് ശേഷം ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്ന ഒരു നാഷണലിസ്റ്റ് പ്രോജക്റ്റ് എത്രമാത്രം എന്താ പറയുക ജനാധിപത്യ വിരുദ്ധമാണെന്ന് തെളിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ജനാധിപത്യ വിരുദ്ധതയെ ചോദ്യം ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ അധികാരത്തിലേറ്റിയത് കേരളത്തിലാണ്. സ്വാഭാവികമായിട്ടും ആ കേന്ദ്ര അധികാരത്തിൻ്റെ ഭാഗമായിട്ട് അമിതാധികാരത്തിൻ്റെ ഭാഗമായിട്ട് ആ സർക്കാരിനെ 2 വർഷം കഴിഞ്ഞ് പിരിച്ചുവിട്ടു. ആ 57 തുടങ്ങിയിരിക്കുന്ന ആ ജനാധിപത്യത്തിൻ്റെ ആ ഒരു പുതിയ വസന്തം ഇന്ത്യയിൽ 47 ശേഷം 10 വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളായി അഭിപ്രായ വൈജാത്യങ്ങൾ കൂടുതൽ പ്രകടമാക്കുകയും 67 ആയപ്പോൾ അത് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശക്തി എന്ന് ജനാധിപത്യ ബോധമുള്ള ആർക്കും മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അത്രയും കാലം ആ 52 മുതൽ 67 വരെ ഇങ്ങനെ 67 ശേഷമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള പിന്നെ രാജ്യം മുഴുവൻ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള പിന്നെ അവസ്ഥ മാറിയത്. അത് മാറിയതിൻ്റെ കാരണം ജനാധിപത്യത്തിൻ്റെ വളർച്ചയാണ്, ജനാധിപത്യത്തിൻ്റെ പുരോഗതിയാണ്. കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കൂടുതൽ സാക്ഷാത്കാരം ലഭിച്ചതിൻ്റെയും അഭിപ്രായ വൈജാത്യങ്ങൾക്ക് കൂടുതൽ പിന്നെ രൂപം ലഭിച്ചതിൻ്റെയും ഒക്കെ തെളിവാണ്. അപ്പോൾ വാസ്തവത്തിൽ ആ ജനാധിപത്യത്തിന് കൂടുതൽ സമ്പന്നമായ ജനാധിപത്യത്തിലേക്ക് പോകുന്ന ആ ഒരു യാത്രയാണ് ഇപ്പോൾ വീണ്ടും ഈ വഴിമുടക്കാനും അതിനെ അവസാനിപ്പിക്കാനും നടത്തുന്ന ഈ ശ്രമം എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. പ്രധാനമായിട്ടും 2-3 കാര്യങ്ങളാണ് ഇത്രയും വലിയ ഒരുപക്ഷെ ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിലോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിലോ ഒരിക്കലും ഇല്ലാത്ത പോലെയുള്ള ഒരു വമ്പൻ മാറ്റങ്ങൾക്ക് വഴിവെളിക്കാൻ 2-3 കാരണങ്ങളാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇവർ പറയുന്നത് ചെലവ് കുറയും എന്നുള്ളതാണ്. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾക്കുള്ള വലിയ അമിതമായ ചെലവ്, ഇന്ത്യയുടെ വിഭവങ്ങൾ കൂടുതൽ ഉത്തമമായ മാർഗങ്ങളിലൂടെ കൂടുതൽ ഭേദപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാനുള്ള ഇന്ത്യൻ വിഭവങ്ങളെ വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ചെലവുകൾക്കായി പിന്നെ നഷ്ടപ്പെടുത്തി കളയുന്നു. അതിനെ അവസാനിപ്പിക്കാം, അപ്പോൾ തെരഞ്ഞെടുപ്പ് ചെലവുകൾ കുറയും എന്നുള്ളതാണ്. വാസ്തവത്തിൽ അതാണോ ഇതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് വളരെ സംശയാസ്പദമാണെന്നുള്ളത് സംശയമില്ല. ഉദാഹരണത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മുടെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ ഇവിടുത്തെ ചെലവ് ഏതാണ്ട് 60,000 കോടി രൂപയാണ് ഇന്ത്യയിൽ അതിനുവേണ്ടി ചെലവായെന്നുള്ളത് ശരിയാണ്. നിയമപരമായും പിന്നെ അംഗീകരിക്കപ്പെട്ട ഒരു കണക്കനുസരിച്ച് ഏതാണ്ട് 5,000 കോടി രൂപയും മാത്രം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി ചെലവായതെല്ലാം എന്താണ്? നിയമപരമായ രീതിയിലുള്ള ചെലവുകളായിരുന്നില്ല. വളരെ പലതരത്തിലുള്ള കള്ളപ്പണത്തിൻ്റെയും പ്രവാഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ ധൂർത്ത് ആയി തെരഞ്ഞെടുപ്പ് മാറി എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഇതിനെ തടയാൻ വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പുകളുടെ എണ്ണം കുറയ്ക്കുന്നുണ്ട്. നേരത്തെ മോഹൻ ഗോപാൽ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പുകളുടെ എണ്ണം വാസ്തവത്തിൽ കുറയാൻ പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം. അതോടുകൂടി അപ്പോൾ വാസ്തവത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് എന്താണ്? ഈ തെരഞ്ഞെടുപ്പുകളിൽ ഒഴുകുന്ന കള്ളപ്പണത്തെ നിയന്ത്രിക്കുക എന്നുള്ളതിനുള്ള ശ്രമം. ആ ഒരു ശ്രമത്തിൻ്റെ യാതൊരു ശ്രമവും ഇല്ലാതെ വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഒരു നല്ല കാര്യമാണ് എന്നുള്ള മട്ടിലേക്ക് ഇത് പോകുന്നത് വാസ്തവത്തിൽ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആവശ്യം. കാരണം ഇപ്പോൾ നമ്മൾ സംഭവിക്കുന്നത് പണച്ചെലവുണ്ടാവുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നവർ അല്ലെങ്കിൽ പാർലമെന്റിൽ നമ്മളെ ഭരിക്കുന്നവർ ശതകോടീശ്വരന്മാരുടെ മാത്രമായിട്ടുള്ള ഒരു സഭയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ബില്യണയേഴ്സ് ആണ് ഒരു വശത്ത്, ഏറ്റവും അധികം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവര്, മറുവശത്ത് ഏറ്റവും വലിയ ശതകോടീശ്വരന്മാരും. ഇവരാണ് നമ്മൾക്ക് വേണ്ട നിയമങ്ങൾ എന്താവണം, നമ്മൾക്ക് വേണ്ട നയങ്ങൾ എന്താവണം, ഇന്ത്യക്ക് വേണ്ട നിയമങ്ങളും നയങ്ങളും എന്താവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ശതകോടീശ്വരന്മാരുടെയും ക്രിമിനലുകളുടെയും ഒരു വലിയ സംഘം. വാസ്തവത്തിൽ അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ആ വെല്ലുവിളിയെ ഒരല്പം പോലും അഭിസംബോധന ചെയ്യാൻ ഇതിന് കഴിയുമോ സംശയമാണെന്ന് മാത്രമല്ല, അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രശ്നത്തെ പൂർണ്ണമായിട്ടും സൈഡ് ട്രാക്ക് ചെയ്യാനും അത് ശ്രദ്ധ മാറ്റിക്കളയാനുമുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ നമുക്കിത് കാണാൻ കഴിയൂ എന്നുള്ളതിനെ പറ്റി ഒരു സംശയവുമില്ല. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പുകൾ നേരത്തെ പറഞ്ഞു, ഈ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിൻ്റെയും അഭിപ്രായം
അല്ലെങ്കിൽ കേന്ദ്ര പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന തരത്തിലുള്ള തന്നെ തെരഞ്ഞെടുപ്പ്, അതേ പ്രശ്നങ്ങളെ തന്നെ മുൻനിർത്തി ആകണം തെരഞ്ഞെടുപ്പ്. വാസ്തവത്തിൽ കേരളത്തിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കാരണം കേരളത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഏറെക്കുറെ ഏതാണ്ട് 90% തെരഞ്ഞെടുപ്പുകളും പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വ്യത്യസ്തമായിട്ടാണ് ജനങ്ങൾ അതിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്, വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് തന്നെ വളരെ കൃത്യമായ തെളിവാണ്. കാരണം നാഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂസിൻ്റെ പേരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അത് എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളെ ദേശീയ തലത്തിലുള്ള ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ അധികരിച്ച് നടക്കുന്ന ഒരു അഭിപ്രായ വോട്ടെടുപ്പ് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ മറ്റൊരു രീതിയിൽ മനുഷ്യരെ ചിന്തിപ്പിക്കുന്നതാണ്. അതിൻ്റെതായ കാര്യങ്ങളുണ്ടാവും. ആ ചെയ്യുന്നതെല്ലാം ശരിയാണോ എന്നുള്ള മറ്റൊരു കാര്യം. അപ്പോൾ അവിടെ വ്യത്യസ്തമായി ചിന്തിക്കുന്നത് വാസ്തവത്തിൽ ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ, ഒരു പൗരൻ്റെ അടിസ്ഥാനപരമായ മൗലികാവകാശമാണ്. പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടക്കുമ്പോൾ എപ്പോഴും അങ്ങനെ തന്നെ ആവണം എന്നില്ല. പക്ഷേ വളരെ കൃത്യമായി അതിനുള്ള സാധ്യതയാണ് ഏറ്റവും പ്രധാനം. കാരണം ഒന്നിച്ച് തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ വാസ്തവത്തിൽ ഇനി വരാമെന്ന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ പോലും ഇതിനൊപ്പം നടത്തുന്നതാണ്. അപ്പോൾ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളായി തെരഞ്ഞെടുപ്പുകളെ നയിക്കാൻ പോകുന്നു, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നതിനെ സ്വാധീനിക്കുന്നതെല്ലാം ഒരുപക്ഷെ നമ്മുടെ തൊട്ട് നമുക്ക് എന്താണ് ഈ തെരഞ്ഞെടുപ്പുകളുടെ ആവശ്യം എന്താണ്? നമുക്ക് ജനപ്രതിനിധികളുടെ ആവശ്യം എന്താണ്? നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് നമ്മുടെ ജനപ്രതിനിധി തീരുമാനമെടുക്കുന്നത്? അയാളുടെ കാര്യക്ഷമത, അയാളുടെ പ്രത്യയശാസ്ത്രം, അയാളുടെ മൂല്യബോധം, അതൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത് തീരുമാനിച്ചാണ്. നമ്മുടെ നാട്ടിൽ ഒരു റോഡ് ഉണ്ടാവണോ? നമ്മുടെ നാട്ടിലെ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്താണ്? ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം എല്ലാ തെരഞ്ഞെടുപ്പുകളും ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനം വഹിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കുന്നതിനെ പറ്റി ഒരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് നഷ്ടം ഉണ്ടാവാൻ പോകുന്നത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള താല്പര്യങ്ങൾക്ക്, നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വികസന ആവശ്യങ്ങൾക്ക്, നമ്മുടെ പ്രാദേശികമായിട്ടുള്ള മറ്റു വിവിധ തരത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഒക്കെ വിരുദ്ധമായി ഒരുപക്ഷെ ഒരു ദേശീയമായിട്ടുള്ള ചില വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കിട്ടാനുള്ള സ്പേസ് പൂർണ്ണമായിട്ടും ഇല്ലാതാവും എന്നുള്ളതിനെപ്പറ്റി ഒരു സംശയവുമില്ലാത്ത കാര്യം. അതുപോലെ തന്നെയാണ് നേരത്തെ ഡോക്ടർ മോഹൻ ഗോപാൽ പറഞ്ഞ പോലെ ചെറിയ പാർട്ടികൾ ഇല്ലാതായി പോകുന്നത്. വാസ്തവത്തിൽ ചെറിയ പാർട്ടികളുടെ സാന്നിധ്യം പലവരും പറയുന്നത് അതാണ് മോശമാണ്. പക്ഷെ നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം കേരളം പോലുള്ള സ്ഥലത്ത് അതിൻ്റെ കുഴപ്പങ്ങളൊക്കെ ധാരാളമുണ്ട്. പക്ഷെ ഇവരെല്ലാം പ്രതിനിധീകരിക്കുന്നത് ഒരു വിഭാഗം ജനതയുടെ പലതരത്തിലുള്ള ആശയാഭിലാഷങ്ങളെയാണ്. അപ്പോൾ ഇതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു ദേശീയ പാർട്ടികളുടെ ഐഡിയോളജികളുടെയും ദേശീയ നേതാക്കളുടെയും വലിയ സ്വാധീനവും ആധിപത്യവും മേധാവിത്വവും ഹെജിമണിയും നമ്മുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ഇതിൽ പരം ജനാധിപത്യ വിരുദ്ധമായ മറ്റെന്താണുള്ളത്? പിന്നെ എഫിഷ്യൻസി മൂന്നാമത്തെ കാര്യമാണ്. ചെലവ് കുറയുന്നു. രണ്ടാമത്തെ കാര്യം എഫിഷ്യൻസി, തെരഞ്ഞെടുപ്പുകളുടെ എണ്ണം കുറയുന്നത് കാരണം ചെലവ് കുറയുന്നു. രണ്ടാമത്തെ കാര്യം ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എഫിഷ്യൻസി, ഭരണപരമായിട്ടുള്ള കാര്യക്ഷമത. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടക്കുന്നതാണ്. ആരെ വിശ്വസിപ്പിക്കാനാണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ? എന്ത് അർത്ഥമാണ് ഇതുപോലത്തെ കാര്യങ്ങൾക്കുള്ളത്? എവിടെയാണ് അങ്ങനെ ഒരു ദേശീയ തലത്തിലുള്ള വലിയ ഒരു മാക്രോ തെരഞ്ഞെടുപ്പ് എക്സസൈസിൻ്റെ നടത്തിപ്പ് വാസ്തവത്തിൽ അതിനെക്കാട്ടിലും വളരെ ഫലപ്രദമായിട്ടും കാര്യക്ഷമമായിട്ടും നടത്തുന്നത് ഈ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വികേന്ദ്രീകൃതമായിട്ടുള്ള ഭരണവ്യവസ്ഥയ്ക്ക് മാത്രമാണെന്നുള്ളതൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെങ്ങനെയാണ് അത് മറ്റൊരു രീതിയിൽ എങ്ങനെയാണ് അതിന് വ്യത്യസ്തമായി കാണുന്നത്? നമുക്കിവിടെ നമ്മുടെ ശക്തി, നമ്മുടെ തെരഞ്ഞെടുപ്പ് കേരളം പോലുള്ള സ്ഥലത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ ഏറ്റവും കൂടുതൽ ഡീസെൻട്രലൈസേഷൻ നടന്ന, അധികാര വികേന്ദ്രീകരണം നടന്ന ഒരു സംസ്ഥാനവും സമൂഹമാണ് ഇവിടെ അതിൻ്റെ ഫലമാണ്. അതിന് ദോഷങ്ങളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ എത്രയുണ്ടെങ്കിലും അതിൻ്റെ ഗുണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിന് ദോഷങ്ങൾ വളരെ കുറവാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ അതും വ്യത്യസ്തമായിട്ട് കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങേയറ്റം കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വ്യവസ്ഥയിലേക്ക് പോയാൽ അത് എങ്ങനെയാണ് അതിൻ്റെ ഭരണവ്യവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഗവർണൻസ്, അതിൻ്റെ കാര്യപ്രാപ്തി മെച്ചപ്പെടുക? നേരെ മറിച്ചാണ് ഉണ്ടാവുക. കൂടുതൽ അത് കാര്യക്ഷമമല്ലാതായി തീരുകയും അത് കേന്ദ്രീകരിക്കപ്പെടുകയും തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാ അർത്ഥത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുതൽ ഇങ്ങേയറ്റത്തെ ഏറ്റവും താഴെയുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ മുകളിൽ വരെ വരുന്നത് ഒരു വലിയ
ഒരു അധികാര കേന്ദ്രീകൃത വ്യവസ്ഥയുടേതായ ഫലങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ ചെലവ് കുറയുന്നത് പോലും, ചെലവ് കുറയുന്നത് ഈ ഇതിനകത്ത് തന്നെ ചൂണ്ടിക്കാണും. ഇതിനകത്ത് കിരൺ റിജു എന്ന് പറയുന്ന മന്ത്രി തന്നെ പറയുന്നുണ്ട്, ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പിന്നെ ചെലവ് കുറയും എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ചെലവ് കൂടാനും പോകുന്നുണ്ട്. ഇപ്പം VVPAT മെഷീന് വേണ്ടി പറയുന്നത് നമ്മുടെ ഇതുവരെയുള്ള നമ്മുടെ ഈ VVPAT മെഷീനുകളെല്ലാം അതോടുകൂടി ഉപേക്ഷിക്കേണ്ടി വരും. അതോടുകൂടി ഏതാണ്ട് 1000 കോടി രൂപയുടെ ചെലവാണ് പുതിയ മെഷീൻസ് വരുന്നത്. അത് 10 വർഷം കൂടുമ്പോൾ അത് വീണ്ടും പുതിയത്, ഇതെല്ലാം വരാൻ പോകുന്നു. അപ്പോൾ ചെലവ് വാസ്തവത്തിൽ കുറയാൻ പോവുകയല്ല. ഒരർത്ഥത്തിൽ ചെലവ് ചില സ്ഥലങ്ങളിൽ കുറയുമായിരിക്കും, പക്ഷെ അതിലെ പല മടങ്ങായിട്ട് അത് വർദ്ധിക്കുക മാത്രമാണ് ചെയ്യാൻ പോകുന്നുള്ളതിനെ പറ്റി സംശയമില്ല. ഇനി ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ഏറ്റവും വലിയ പ്രശ്നം. എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ എൻ്റെ മുമ്പ് സംഘിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം വാസ്തവത്തിൽ ഇതിൻ്റെ സാധ്യത വളരെ ദുർബലമാക്കിയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു സംശയമില്ല. 3-2 ഭൂരിപക്ഷം കിട്ടാതെ ഇതുപോലെയുള്ള ബില്ലുകളൊന്നും പാസ്സാവില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന് ഒരുപാട് ഇത് പാസ്സാക്കി ഭരണഘടനാപരമായിട്ട് ഭരണഘടനാ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർ ഗോപാൽ ഇരിപ്പുണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്, കാരണം ഒരുപാട് ഭേദഗതികൾ ആവശ്യമാണ്. ഭരണഘടനാപരമായിട്ടുള്ള ഭേദഗതി, നിയമം, ഈ ജനപ്രാതിനിധ്യ നിയമം മുതലായിട്ടുള്ള നിയമങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള ഇതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതാണ് നമ്മുടെ പ്രയോറിറ്റി. നമ്മുടെ മുമ്പിലുള്ള ഇന്ത്യയെ ഇന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുടെ മുമ്പിൽ എത്ര നിസ്സാരമാണ്. അവിടെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയാണ് എനിക്ക് യാതൊരു രൂപവുമില്ല. തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത കുറഞ്ഞിരിക്കുകയാണ്, വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലത്തോട്. അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത് ഈ ഭൂരിപക്ഷത്തിൽ വന്നിരിക്കുന്ന വലിയ ഇടിവ് വാസ്തവത്തിൽ ഇതിൻ്റെ സാധ്യത അങ്ങേയറ്റം ദുർബലമാക്കിയിട്ടുണ്ടെന്നുള്ള സംശയമില്ല. 3-2 ഭൂരിപക്ഷം എന്നുള്ളത് ഇന്നത്തെ കണക്കനുസരിച്ച് 70 സീറ്റെങ്കിലും കൂടുതൽ അത് പ്രതിപക്ഷത്തിൻ്റെ സൈഡിലാണ്. പ്രത്യേകിച്ച് ഈ പിന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സങ്കല്പത്തിനെ എതിർക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ കയ്യിലാണ് ആ വോട്ടുകൾ. അപ്പോൾ 70 സീറ്റെങ്കിലും ഇപ്പോൾ ഉള്ളതിൽ നിന്ന് കൂടുതൽ കിട്ടിയാൽ മാത്രമേ 3-2 ഭൂരിപക്ഷം അവർക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ സംസ്ഥാനങ്ങളുടെ പകുതിയോളം സംസ്ഥാനങ്ങളുടെ സപ്പോർട്ട് വേണം. ഇതൊക്കെ നടക്കുമോ എന്നറിയില്ല. അതോടൊപ്പം തന്നെ പറയുന്നുള്ളതല്ല, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബില്ലിനാണെങ്കിൽ ചിലപ്പോൾ ഇതുപോലെയുള്ള മാനദണ്ഡങ്ങളും നിയമങ്ങളൊന്നും തടസ്സമല്ല എന്ന് പറയുന്ന ഒരു സാധ്യതയെക്കുറിച്ച്, അല്ലെങ്കിൽ ഇവർ ഇത്രയും ആവേശത്തോടെ മുന്നോട്ട് പോകേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഡിസംബർ 17-ാം തീയതിയാണ് ഇത് കൊണ്ടുവന്നത്. ഉടനെ സംയുക്ത പാർലമെന്ററി സമിതിയെ രൂപീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവരുടെ ഉള്ളിൽ പിന്നെ ഈ ഭരണ വ്യവസ്ഥയുടെ കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ വാസ്തവത്തിൽ ഏതൊക്കെയോ ചില വഴികൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അതെന്താണ് എന്നുള്ളതിനെ പറ്റി എനിക്ക് തോന്നുന്നു ഡോക്ടർ മോഹൻ ഗോപാലിനോട് തന്നെ നേരിട്ട് ചോദിക്കുകയായിരിക്കും നമുക്ക് അതിൽ. കാരണം എന്തുകൊണ്ടാണ് ഇത്രയധികം രീതിയിൽ ഇത് അസാധ്യമാണെന്ന് ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാവുന്ന ഒരു ഘട്ടത്തിൽ പോലും ഇവർ ഇത്ര ആവേശത്തോടെ ഇത്ര ഉറപ്പോടെ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ഇതിനെ കൂടുതൽ നിഗൂഢമായ മറ്റു വഴികൾ വല്ലതും കാണുന്നുണ്ട്. പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലേക്കൊക്കെ പോകുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. ഭരണഘടന മാറ്റം തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് കിട്ടുന്ന ഈ തിരിച്ചടി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ ഭരണഘടന ഇതിനകം മാറ്റിക്കളയുമായിരുന്നുള്ളതിനെ പറ്റി ഒരു സംശയവുമില്ല. ഈ സെക്യുലറിസവും സോഷ്യലിസവും ഒക്കെ ഇതിൽ നിന്ന് അവസാനിപ്പിക്കുക എന്നുള്ളത് 2025 ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. 2025 പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. RSSന്റെ 100ാം വർഷം എത്തുന്ന RSS 100ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന അതിൻ്റെ ശതാബ്ദി വർഷമാണ്. ആ 100ാം വർഷം നടപ്പിലാക്കണം. നേരത്തെ മോഹൻ ഗോപാൽ പറഞ്ഞതുപോലെ ഗോൾവാൾക്കറിന്റെ ഒരുപാട് ആശയങ്ങൾ നടപ്പിലാക്കാൻ പൂർണ്ണമായിട്ടും ബാധ്യസ്ഥത പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ഈ 2025 ഇവരെന്തൊക്കെ ചെയ്തു, ആകപ്പാടെ അതിനൊരു ചെറിയ തടസ്സം വന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു ക്ഷീണമാണ്. പക്ഷേ അത് കഴിഞ്ഞ ഉടനെ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും അവർ പുതിയ വിജയങ്ങൾ കൈവരിച്ചു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അപ്പോൾ 2025 ഈ RSSന്റെ ശതാബ്ദി വേളയിൽ ഇങ്ങനെ ഒരു അജണ്ടയുമായി അവർ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ ഇതുപോലെ നമുക്ക് ദൃഷ്ടിഗോചരമായിരിക്കുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ പ്രതിബന്ധങ്ങൾക്ക് അപ്പുറത്ത് പല വഴികളും അവർ തേടുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി സംശയിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പൊ നീതിന്യായ വ്യവസ്ഥയിൽ കൊണ്ടുവന്നിരിക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ ഈ പക്ഷപാതങ്ങൾ, ഒരു അൺഡിക്ലെയർഡ് ആയിട്ടുള്ള ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു മതരാഷ്ട്രം ഇവിടെ പ്രഖ്യാപിച്ച് കഴിഞ്ഞത് നേരത്തെ ഡോക്ടർ മോഹൻ ഗോപാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് പദങ്ങളിലൂടെയാണ് നമുക്ക് പ്രകടമാകുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട രൂപമായി പ്രകടമായതായിരുന്നു നീതിന്യായ വ്യവസ്ഥ. ഒരുപക്ഷെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അങ്ങേയറ്റത്തെ പക്ഷപാതത്തിലേക്ക് പോയിരുന്ന ഒരു സുപ്രീം കോടതിയെ ഒരല്പമെങ്കിലും
പിന്നെ വ്യത്യസ്തമാക്കി നിർത്തിയതാണ് വെങ്കട്ടരമണയുടെ വരവും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രചൂഡിന്റെ വരവും ഒക്കെ ഉണ്ടായത്. പക്ഷേ ചന്ദ്രചൂഡ് അദ്ദേഹത്തിന്റെ ഇന്നിങ്സിൽ നടത്തിയിരുന്ന ഒരുപാട് അപകടങ്ങളെ പറ്റി നമുക്ക് വ്യക്തമായിരിക്കുന്നു. ഇന്നിപ്പോൾ ഈ പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വരവ് വാസ്തവത്തിൽ ആ ഒരു പ്രക്രിയയ്ക്ക് വീണ്ടും ഒരു ആക്കം കുറച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും മറ്റെന്തൊക്കെയോ ചില അജണ്ടകൾ നിലവിലുണ്ടോ എന്ന് സംശയിക്കാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. അതുകൊണ്ട് ഈ ഭരണഘടനയുടെ നേരത്തെ പറഞ്ഞ പോലെ ഭരണഘടനയുടെ എസെൻഷ്യൽ ക്യാരക്ടറിനെ തന്നെ കാരണം ഈ പരിപാടി ഈ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയത്തിലേക്കാണ് തന്നെയാണ് ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഇവിടെ നടക്കാൻ കഴിയില്ല എന്നുള്ള നമ്മുടെ ഇപ്പോൾ യശോവാനന്ദ ഭാരതി കേസിലും ബൊമ്മായി കേസിലും ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിലും ഒരുപക്ഷെ ഈ എസെൻഷ്യൽ സ്ട്രക്ചറിനെ ആ ഒരു നിയമത്തെ ഇപ്പോൾ ജഗ്ദീപ് ധൻകർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ രാജ്യസഭാ ചെയർമാൻ ബംഗാളിന്റെ പഴയ ഗവർണർ അദ്ദേഹം പലതവണ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ എസെൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് വലിയ അപകടകരമായ കാര്യമാണ്. അതും നേരത്തെ പറഞ്ഞ പോലെയാണ് ഒരു കപടമായിട്ടുള്ള വാദത്തിലൂടെയാണ്. ജനങ്ങളുടെ അധികാരത്തിന് പരമാധികാരമാണ് പാർലമെന്റിലുള്ളത്. ആ പാർലമെന്റിന് പോലും തൊടാൻ കഴിയാത്ത ഒരു ഭരണഘടന എന്ന് പറഞ്ഞാൽ ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ള വാദം ഉയർത്തിക്കൊണ്ടാണ് ജഗ്ദീപ് ധൻകർ ഇതിനകം പ്രസംഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും അവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. കാരണം ഈ ഭരണഘടനയുടെ എസെൻഷ്യൽ ക്യാരക്ടർ മാറ്റാൻ പാടില്ല എന്നുള്ള ആ നിയമത്തിനെ പോലും മറികടക്കാൻ പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവന്നാൽ ചിലപ്പോൾ കഴിഞ്ഞേക്കോ എന്നൊരു സംശയമുണ്ട്. എനിക്കിപ്പോൾ നിയമവിദഗ്ധനായ അദ്ദേഹത്തിനായിരിക്കും പറയാൻ കഴിയുന്നത്. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ നിലവിലുള്ള നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും തകർക്കുകയും തകർക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വാസ്തവത്തിൽ ഈ 2025 അവർ വരുമ്പോൾ വാസ്തവം നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയെടുക്കേണ്ടത് ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള അട്ടിമറികൾ തന്നെ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കാതിരിക്കാൻ വയ്യ. തീർച്ചയായിട്ടും ഇപ്പോൾ അവർ കാണിക്കുന്ന ഒരു അത്യുത്സാഹം, ഒരു അമിത ആവേശം വാസ്തവത്തിൽ വളരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള നിഗൂഢമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള ചില നീക്കങ്ങളുടെ കൂടെ സൂചനകളാണ് എന്ന് സംശയിക്കാതിരിക്കാൻ വയ്യ. എങ്ങനെ ഇതിനെയൊക്കെ നിരന്തരമായി ചർച്ച ചെയ്യുകയും നിരന്തരമായി സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യാണ് ഒരു ജനാധിപത്യ വിശ്വാസിയുടെ കടമ. അതിന് വാസ്തവത്തിൽ ഈ രഹസ്യമായിട്ടുള്ള ഈ ശ്രമങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മനുഷ്യന് ഈ അധികാരം എന്ന് പറയുന്നത് അധികാരത്തിനോടുള്ള ഒരു സഹജമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. തങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങൾ, തങ്ങളുടെ സ്വന്തം ശരികൾ മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നതാണ് സാധാരണ മനുഷ്യരിൽ ഏറെ പേര്. അതിനെ അടിച്ചേൽപ്പിക്കാനും അല്ലെങ്കിൽ അതിനെ അടിച്ചേൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് വളരെ രഹസ്യമായി അതിനെ ഒളിച്ചു കടത്താനുമുള്ള വാസന എന്ന് പറഞ്ഞ മനുഷ്യ സഹജമാണ്. അതാണ് മനുഷ്യ സഹജവും ജീവി സഹജവുമാണ്. അതിനെ മാറ്റുന്നതാണ് ജനാധിപത്യം പോലെയുള്ള സിവിൽ സൊസൈറ്റിയുടെ ഇടപെടലുകളിലൂടെ നമ്മുടെ വന്യമായിട്ടുള്ള അങ്ങനെ വാസനകളെ ഇപ്പോൾ തന്നെ എല്ലാ രംഗത്തും കാണാം. കാരണം ഒരു പക്ഷത്തിൻ്റെ ഒരഭിപ്രായം, ഒരു പക്ഷത്തിൻ്റെ അഭിപ്രായം, ഒരു പക്ഷത്തിൻ്റെ വിശ്വാസം, ഒരു പക്ഷത്തിൻ്റെ ആചാരം, ഒരു പക്ഷത്തിൻ്റെ അധികാരം ഉറപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ കേരളം പോലുള്ള സ്ഥലത്ത് നോക്കൂ. കേരളം എല്ലാ അധികാരത്തിനെ ആശ്രയിക്കുക. എണ്ണം പോലും അവിടെ പ്രശ്നമില്ല, അധികാരത്തിൻ്റെ സ്വരമാണ് കേന്ദ്രം. കേരളം പോലൊരു സമൂഹത്തിൽ നമ്മളൊക്കെ മലയാളികൾ വിശ്വസിക്കുന്നത് നമ്മൾ താരതമ്യേന കൂടുതൽ ജനാധിപത്യ ബോധമുള്ളവരാണ്, കൂടുതൽ സെക്യുലർ വിചാരമുള്ളവരാണ്, മറ്റുള്ളവരുടെ വിചാരങ്ങളെക്കുറിച്ച് വൈവിധ്യത്തെ ആദരിക്കുന്നവരാണ്. പക്ഷെ നമ്മളിലും ഇതുണ്ട് എന്നുള്ളതിൻ്റെ ഇപ്പോൾ ഈ ക്രൗഡ് തന്നെ നോക്കൂ. ഇതിനകത്ത് കേരളത്തിലെ ജനസംഖ്യയിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ എണ്ണത്തിൽ കൂടുതൽ. ഇവിടെ നമ്മൾ ഈ മുഴുവൻ എടുത്ത ഇപ്പോൾ ഈ താരയൊക്കെ വന്നതിന് ശേഷം അതിന് മുമ്പ് വേറൊരു വനിതയും വന്നിരുന്നു. രണ്ടുപേർ. ഈ 2 പേർ മാത്രമാണ് നമ്മളെ പോലെ ഉദ്ബുദ്ധമാണെന്ന് നമ്മൾ സ്വയം കരുതുന്ന, വളരെ ജനാധിപത്യപരമായി ചിന്തിക്കണം നമ്മൾ വിശ്വസിക്കുന്ന ഒരു സദസ്സിന് പോലും. അത് നമ്മളാരെയും വ്യക്തിപരമായി ഒറ്റയ്ക്കോ 2 പേരായിട്ടോ തീരുമാനിച്ചതല്ല, നമ്മൾ ആണുങ്ങൾ മാത്രം കൂടിയാൽ മതി. പക്ഷേ ഇവിടെയുള്ള നമ്മൾ ഈ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകളിലൂടെ, നിയമപരമായിട്ടോ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ ഇല്ലെങ്കിൽ മനുഷ്യ സഹജമാണ് അവൻ്റെ അധികാരം, അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം നടന്നാൽ മതി എന്ന രീതിയിൽ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ അതിനെ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള വലിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ഒരു മതവിഭാഗത്തിൻ്റെയും ശക്തിയോടെ ഈ അധികാരത്തിനെ കൂടുതൽ അരക്കിട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്, മറ്റുള്ളവരെ അടിച്ചമർത്താനുള്ള ഭാഗമാണ്. അതിനെ തിരിച്ചറിയൽ ശബ്ദം ഉണ്ടാക്കുക മാത്രമാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി, ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. അതാണ്. അത് ചെയ്യാൻ
വാസ്തവത്തിൽ ഇതും ഈ ഒരു പുതിയ ഈ സങ്കല്പവും വാസ്തവത്തിൽ നമ്മളെ സഹായിക്കുമെങ്കിൽ നമ്മൾ ഉറച്ചു നിന്ന് എഴുന്നേറ്റ് നിന്ന് ഇത് ശരിയല്ല, നേരത്തെ മോഹൻ ഗോപാൽ പറഞ്ഞു ഓ നോ എന്ന് തന്നെ നമ്മൾ ഉറച്ച് വിളിച്ചു പറയുക മാത്രമേ ഇതിന് മാർഗമുള്ളൂ എന്നും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.